അവന്റെ ഞെട്ടൽ കൃത്യമായി മനസ്സിലാക്കിയത് വല്യപ്പച്ചൻ മാത്രമാണ്. ഷോ, എന്തായത് മോനെ, ശ്രദ്ധിച്ചു പിടിക്കണ്ടേ? ജേക്കബ് ചോദിച്ചതും റാഹിൽ പെട്ടെന്ന് പറഞ്ഞു, അതിച്ചായ, മോൻ കപ്പിൽ പിടിക്കും മുന്നേ ഞാൻ വിട്ടെന്ന് തോന്നുന്നു. ആണോ? ഞാൻ ഇപ്പം വരാം മോനെ. കാലിൽ ചില്ല് കയറാതെ ശ്രദ്ധിച്ചു മാറിക്കോ. മമ്മി വേറെ കാപ്പി എടുത്തിട്ട് വരാം. അവൻ വെറുതെ ബൊമ്മ കണക്കെ തലയാട്ടി. അവൻ്റെ കണ്ണുകളിലെ ഭയം, പതർച്ച എല്ലാം വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിൽക്കുന്ന വല്യപ്പച്ചൻ. അയാൾ ചിലത് മനസ്സിലുറപ്പിച്ചു. മോളെ, മോളിരുന്ന് കാപ്പി കുടിക്കേ. മോനേടാ, ഇവിടെ വന്നിരുന്നേ. ഫ്രണ്ട് ഇത്രയും ദൂരം വന്നത് എന്തിനാ എന്നറിയണ്ടേ? എനിക്ക് തോന്നുന്നത് മോളുടെ മാരേജ് ക്ഷണിക്കാൻ വന്നതാകുമെന്നാ. ജേക്കബ് പറഞ്ഞതും അവൻ വോൾട്ടേജ് കുറഞ്ഞ ചിരി പാസാക്കി. അതും വല്യപ്പച്ചൻ ശ്രദ്ധിച്ചു. വാടാ ഇങ്ങോട്ട്. നീ എന്താ ഒരുമാതിരി? ഇതിപ്പോ പണ്ടാരോ പറഞ്ഞ പോലെ ആയല്ലോ. എടാ പുണ്യാളച്ചാ, ഇങ്ങോട്ട് വന്നേടാ. കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കാതെ. അവന്റെ കയ്യിൽ നിന്ന് ആ കപ്പ് പൊട്ടിയതിന്റെ ഷോക്കിലാപ്പച്ച. അതൊന്നും സാരമില്ല മോനെ, നീ വന്നിരിക്കെ. വേറെ നിവർത്തിയില്ലാതെ അവൻ അയാളുടെ അരികെ വന്നിരുന്നു. അവളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. എന്താ ഇഷാൻ, എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അവളുടെ ശബ്ദം ഒരിടുത്തി പോലെ അവൻ്റെ കാതിൽ പതിച്ചു. ഇല്ല, സത്യം. ഒന്നും പറയാതെ പെട്ടെന്നെന്താ? ഇങ്ങോട്ടെന്നല്ലേ ചോദിക്കാൻ വന്നത്? എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ആക്കിയിട്ടല്ലേ നീ എവിടുന്ന് വണ്ടി കയറിയത്? അവനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നത്? അതിപ്പോ ഞാൻ വിശദീകരിക്കണോ പുണ്യാള? അവൾ ഒന്ന് കൊള്ളിച്ചു. അവൻ നിന്നുരുകി. വല്യപ്പച്ചൻ തൻ്റെ ഫോണിൽ കുത്തി. പിന്നെ അത് ടേബിളിലേക്ക് വെച്ചു. ഡാ ജേക്കബേ, പിള്ളേർക്ക് സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പറയാനുണ്ട്. നമ്മളൊരു തടസ്സമാണ്ട. നീ വാടാ ഉവ്വേ, നമുക്ക് കുറച്ച് സൊറ പറയാം. ആ വരുവാ അപ്പച്ച. ജേക്കബ് എണീറ്റു. അതേ, എന്താന്ന് വെച്ചാ പറഞ്ഞോ. മോൾ എന്തായാലും ഒരാഴ്ച നിന്നിട്ട് പോയാൽ മതി. ഒരാഴ്ച അല്ലെങ്കിൽ എനിക്കൊരു വർക്ക് പെൻഡിങ് ആണ്. വിരോധമില്ലെങ്കിൽ കുറച്ച് നാൾ ഞാനിവിടെ നിന്ന് വർക്ക് ചെയ്തോട്ടെ. ഇഷാൻ ഞെട്ടിപ്പോയി. ദൈവമേ, പപ്പ നോ, പപ്പ പ്ലീസ്. അതിനെന്താ മോളെ, എത്ര നാൾ വേണമെങ്കിലും നിന്നോട്ടോ. മോൾക്ക് ഒരു സർപ്രൈസ് കൂടിയുണ്ട്. നമ്മുടെ ചെക്കൻ്റെ കെട്ട് നടത്താൻ പോവാ. അവൾ ഞെട്ടിപ്പോയി. വിശ്വാസം വരാതെ അവൾ അവനെ നോക്കി. എല്ലാം പെട്ടെന്നായിരുന്നു. നല്ല മോളാ, അലോണ, മിടുക്കി, ഡിസൈനറാ. കണ്ടപ്പോഴേ ഇവർക്ക് പരസ്പരം ഇഷ്ടമായി, ഞങ്ങൾക്കും. പിന്നെ എല്ലാം വേഗത്തിൽ അങ്ങ് തീരുമാനിച്ചു. ബാക്കി വിശേഷം ഇവൻ പറയും. ആ, ഒക്കെ അറിയണം അങ്കിൾ. ഈശോ ആയിട്ടാ ഇപ്പം എന്നെ ഇവിടെ എത്തിച്ചത് അല്ലേ ഇഷാൻ ശ്യാം ജേക്കബ്? അവൾ അവനെ ഒന്ന് ഇരുത്തി നോക്കി. അവൻ വിളറിയ പുഞ്ചിരി നൽകി. വല്യപ്പച്ചൻ അവരെ രണ്ടുപേരെയും നോക്കി. പിന്നെ ജേക്കബിൻ്റെ തോളിൽ കൈയിട്ട് നടന്നു. മനേടാ, എന്താ അപ്പച്ച? എടാ, ആ കൊച്ച് വെറുതെ കയറി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ചെക്കനുമായി അവൾക്കെന്തോ ഇടപാടുണ്ട്. ജേക്കബ് പൊട്ടിച്ചിരിച്ചു. അയാൾ അവനെ തുറിച്ചു നോക്കി. എന്താടാ കിണിക്കുന്നേ? എൻ്റെ അപ്പച്ച, ഇത്രയും വലിയ തമാശ കേട്ടാ പിന്നെ ചിരിക്കണ്ടേ? ഇടപാടേ, അതും നമ്മുടെ പുണ്യാളനുമായി. അയാളുടെ ചിരി കണ്ട് ആ പിതൃഹൃദയം ഒന്ന് വിങ്ങി. ഇല്ല, എൻ്റെ തോന്നൽ തെറ്റില്ല. ആ കൊച്ച് വെറുതെ വന്നതല്ല. അയാൾ മനസ്സിലുറപ്പിച്ചു. എന്തായാലും ഉടനെ അറിയാം. അയാൾ ഒന്ന് മന്ദഹസിച്ചു. വാടി ഇങ്ങോട്ട്. ഇഷാൻ ചുറ്റുമൊന്ന് നോക്കി അവളെ വലിച്ചടിപ്പിച്ചു. അവളുടെ കൈ നന്നായി വേദനിച്ചു.
എന്താടി നിന്റെ ഉദ്ദേശം? പല്ലുകൾ കടിച്ചു പിടിച്ച് അവൻ കത്തുന്ന മിഴികളോടെ അവളെ തുറിച്ചു നോക്കി. അവളൊന്ന് പുഞ്ചിരിച്ചു. പതിയെ പതിയെ ആ ചിരി മാഞ്ഞു. അവന്റെ കൈ തട്ടിമാറ്റി. ഇഷാൻ ശ്യാം ജേക്കബ് എന്ന സാത്താൻ ഇവിടെ പുണ്യാളനായിട്ടാണ് അറിയപ്പെടുന്നത്. അവൾ പുച്ഛത്തോടെ അവനെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകൾ ഇടുങ്ങി. അവൾ പുച്ഛത്തോടെ തുടർന്നു. ഈ കുടുംബത്തിൽ പിറക്കാൻ ഒരു യോഗ്യതയില്ലാത്തവനാണ് നീ. അതെനിക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു. അവന്റെ മുഖം വലിഞ്ഞു മുറുകി. നീ എന്തിനാടി കോപ്പെ ഇവിടേക്ക് കെട്ടിയെടുത്തത്? അത് നിനക്കറിയില്ലേ? അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ഞാൻ ഇവിടെ ഈ ആനക്കാട്ടിൽ തറവാട്ടിലെ സന്തതിയായ പുണ്യാളച്ചൻ്റെ കൂടെ പൊറുക്കാൻ വന്നതാ. നിന്റെ മോഹം കൊള്ളാലോ. ഈ തറവാട്ടിൽ, അതും എൻ്റെ പെണ്ണായി പൊറുക്കാമെന്നോ? നടന്നത് തന്നെ. എൻ്റെ പെണ്ണാകാൻ യോഗ്യതയുള്ള ഒരുത്തി എനിക്കായി കാത്തിരിപ്പുണ്ട്. അലോണ സണ്ണിച്ചൻ. സുന്ദരിയാ, നല്ല വിവരവും വിദ്യാഭ്യാസവും ആവശ്യത്തിൽ കൂടുതൽ സമ്പത്തുമുള്ള പുണ്യാളൻ്റെ മാലാഖ. അവളാണ് എൻ്റെ മിന്നിനവകാശി. അല്ലാതെ തന്തയും തള്ളയില്ലാത്ത നീയല്ല. അവൾ കൈവീശി അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. അവൻ ഞെട്ടിപ്പോയി. മിണ്ടരുത് നീ. ശരിയാ, എൻ്റെ അപ്പനും അമ്മച്ചിയും നേരത്തെ അങ്ങ് പോയി. ജീവിതം കൈപ്പിടിയിൽ ഒതുക്കാൻ വല്ലാതെ പാടുപെട്ടു. ഒരു വിധം എല്ലാം ശരിയായി വന്നു. അപ്പോഴാണ് നീ. ഓർമ്മയുണ്ടോടാ നിനക്ക്? നീ എന്നോട് ചെയ്ത ചതിയിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ആരുടെയും മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ തല കുനിച്ചു ഞാൻ നിന്ന നിമിഷം നീ എന്താടാ കരുതിയത്? എന്നെ ചതിച്ചിട്ട് എളുപ്പത്തിൽ അങ്ങ് കടന്നു കളയാന്നോ? നിന്റെ പാവം വീട്ടുകാർക്ക് യഥാർത്ഥ ഇഷാനെ അറിയില്ലായിരിക്കാം. അതുകൊണ്ട് നല്ലൊരു കുടുംബത്തിലെ കൊച്ചിനെ നിനക്കാലോചിച്ചു. പക്ഷേ ഇഷാനെ, ഈ ജാൻവി ജീവനോടിരിക്കുമ്പോൾ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ നീ മിന്നുകെട്ടില്ല. നിന്റെ മിന്നിനവകാശി ഈ ജാൻവി മാത്രമാ. എന്തായാലും നിന്റെ കൂടെ അന്തിയുറങ്ങിയവൾ എന്ന പേര് ചാർത്തി തന്നിട്ടല്ലേ നീ മുങ്ങിയത്. അപ്പോ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ മതി. എടീ, അലറണ്ട. പുണ്യാളനുള്ള കാപ്പിയുമായി അമ്മച്ചി വരാൻ സമയമായി. ഇതുവരെ ഞാനിവിടെ സത്യങ്ങൾ വെളിപ്പെടുത്താത്തത് നിന്നെ പേടിച്ചല്ല, ഇവിടെയുള്ള ബാക്കി പാവങ്ങളെ ഓർത്താ. കേട്ടോടാ ചെകുത്താനെ. പക്ഷേ നീ കൂടുതൽ കളിച്ച ഒരു നിമിഷം മതി എനിക്ക് നിന്റെ മുഖം മൂടി വലിച്ചു കീറാൻ. ഓർത്തോ? അവൾ വെട്ടിത്തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. ഇവൾ രണ്ടും കൽപ്പിച്ച ഇനി? അവൻ ആലോചനയോടെ നിന്നു. മോനെ. റാഹേൽ വന്നതും അവൻ ചിരിച്ചു. പക്ഷേ അതൊരു വിളറിയ ചിരിയായിരുന്നു. എന്താ മോനെ? ഒന്നുമില്ല മമ്മി. അല്ലട മോനെ, ഏതാ പെങ്കൊച്ച്? മോനിതുവരെ അങ്ങനെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോ പെട്ടെന്നെന്താ ഈ കൊച്ച് ഇവിടേക്ക് വന്നത്? ആ മമ്മി, അത് ജാൻവി. എൻ്റെ കൂടെ ബാംഗ്ലൂരിൽ പഠിച്ച കുട്ടിയാ. അപ്പനും അമ്മയും ആക്സിഡൻറ്റിൽ മരിച്ചു. അവളപ്പോൾ 9-ലോ 10-ലോ ആണെന്ന് തോന്നുന്നു. കിട്ടിയ ഇൻഷുറൻസ് തുക കൊണ്ട് പഠിച്ച് MBA എടുത്തു. മിടുക്കിയ. ഇവിടെ കുറച്ച് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിൽ നല്ല പാക്കേജ് കിട്ടിയാൽ കയറും. അതിനുള്ള പരിശ്രമമാണ്. അതുവരെ അവൾക്ക് പോകാൻ വേറെ ഇടവില്ല. അതുകൊണ്ട് ഇവിടേക്ക് വന്നതാ. എന്നോടുള്ളൊരു പരിചയം കൊണ്ട്. പിന്നെ പപ്പ സമ്മതിച്ചു നിന്നോളെ. അവൻ വല്ല വിധേനയും പറഞ്ഞൊപ്പിച്ചു. അയ്യോ പാവം കൊച്ച്. കണ്ടോ മോനെ,
അപ്പനും അമ്മയും ഇല്ലാത്തതിൻ്റെ പ്രശ്നം, അതും ഒരു പെങ്കൊച്ച്. മോനോട് എന്തുമാത്രം വിശ്വാസം ഉണ്ടായിട്ടാ അതിങ്ങോട്ട് തന്നെ വന്നത്. നിന്നോട്ടെ, എത്ര നാള് വേണേലും നിന്നോട്ടെ. നിനക്കറിയാലോ എനിക്ക് ഈ പെമ്പിള്ളേരെന്ന് വെച്ചാ ജീവനാണെന്ന്. അവൻ തലയാട്ടി. ഞാനേ റൂമിൽ പോവാം മമ്മി, കുറച്ച് കാര്യമുണ്ട്. അവർ തലയാട്ടി. അവൻ മുകളിലേക്ക് കയറി. എല്ലാവരും പോകുന്നത് കണ്ട വല്യപ്പച്ചൻ ഹാളിലേക്ക് വന്നു. ടേബിളിലിരുന്ന ഫോൺ എടുത്തു. അയാളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അയാൾ അതുമായി തൻ്റെ റൂമിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്ത് റെക്കോർഡ് ഓണാക്കി. റൂമിൽ ചെന്ന് അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇച്ഛ, നിന്നിലെ ഈ മാറ്റം അതെന്നെ വല്ലാതെ പൊള്ളിക്കുന്നു. പക്ഷേ എനിക്ക് തോൽക്കാൻ മനസ്സില്ലിച്ച. ഞാൻ പൊരുതും, ജയിക്കുന്നത് വരെ പൊരുതും. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു പിടിച്ചു. റൂമിലെത്തി അവൻ തലയിൽ മാന്തിക്കൊണ്ട് വെരുകിനെ പോലെ നടന്നു. ഇവൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? അവൻ കൈ ചുരുട്ടി ചുണ്ടിൽ തല്ലി. ബാംഗ്ലൂരായിരുന്നേ കൊന്ന് തള്ളിയേനെ ഞാൻ. പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല. ഞാനൊന്ന് ചലിച്ച പപ്പയ്ക്കും വല്യപ്പച്ചനും കാര്യം മനസ്സിലാകും. ഇനിയിപ്പോ ചെകുത്താനേ, ഒന്ന് ആലോചിക്കടാ. അവൻ തല മാന്തി പറിച്ചു. ഡോർ തുറന്നതും അവന്മാർ അകത്തേക്ക് ഇരച്ചു കയറി. എന്തിനാടി പൂതനെ നീ ഡോർ ലോക്കിട്ടത്? പൂതന നിന്റെ മറ്റവൾ. എടാ അളിയ, ഇവള് നിന്നെ എന്തെങ്കിലും ചെയ്തോടാ? ഒരുവൻ അവനെ തഴുകി. അതിനുള്ള ധൈര്യം ഇവൾക്കുണ്ടോടാ? അവൾ ഒന്ന് നോക്കി. അവൾ തലചരിച്ചു. ദേടാ, എനിക്കുള്ള ഫ്രൂട്ട്സ് വാങ്ങി വന്നതാ കൊച്ച്. നീ അതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങ് തന്നേ. അയ്യോ വേണ്ടടാ, ഇത് നീ തിന്നണ്ട. ശൂർപ്പണക വല്ല വിഷവും കുത്തിവെച്ചിട്ട് കൊണ്ടുവന്നതാവും. ആണടാ, വിഷം തന്നെ. നീയൊക്കെ ഈ ഭൂമിക്ക് ഭാരമായി തുടരണ്ട എന്ന് കരുതിയിട്ടാ ഞാൻ വിഷവും കൊണ്ട് വന്നത്. ഇറങ്ങിപ്പോടി. എൻ്റെ അളിയന് വയ്യാതായിപ്പോയി. ഇല്ലേ ഇന്നലത്തെ പോലെ അവൻ നിന്നെ ശരിയാക്കിയാനെ. ഓ പിന്നെ അങ്ങനെയാണേ ഇവൻ്റെ അടുത്ത കൈ കൂടി ഒടിഞ്ഞേനെ. എൻ്റെ ഡാനിച്ചേനോടൊന്ന് മൂളിയാ. അയ്യോ എൻ്റെ പൊന്നു പെങ്ങളെ, ചതിക്കല്ലേ. ഇവൻ്റെ ശരീരത്തിൽ ഇനി ഇടികൊള്ളാനുള്ള ആരോഗ്യമുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ശരീരത്തിൽ ഇനി 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് പോയാട്ടെ. ദൈവത്തെ ഓർത്ത് ഇനി ഞങ്ങളുടെ മുന്നിൽ വരരുത്. അഥവാ ഇനി ഞങ്ങളെങ്ങാനും മുന്നിൽപ്പെട്ട പെങ്ങള് ആ കഴുത്തൊന്ന് ചരിച്ചാൽ മാത്രം മതി. ഞങ്ങളുടെ ആരോഗ്യത്തിന് അതാ നല്ലത്. ഛേ ഇവൻ. ഇഷാൻ കൈ ചുരുട്ടി. അവൾ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയടക്കി. അവൾ അവനെ ഒന്ന് നോക്കി. ആങ്ങളമാരെ, ഞാൻ പൊയ്ക്കോട്ടെ? ഓ പൊയ്ക്കോ. ഈ ആങ്ങളമാർ എന്നും പെങ്ങളോട് കടപ്പെട്ടിരിക്കും. അതെന്തിനാ? ഈ തലയുടെ മുകളിൽ കഴുത്ത് തിരിച്ചു തന്നതിന്. അല്ല, തലയുടെ മുകളിലേ. ഓ പുല്ല്. എന്തായാലും പെങ്ങൾക്ക് കാര്യം പിടികിട്ടില്ലോ. റിലേ മൊത്തം പോയി കിടക്കുക. അപ്പോഴാ അവൾ ചിരിയോടെ പുറത്തേക്കിറങ്ങി നടന്നു. ഡാളിയ, നീ എന്താടാ അവളോടൊന്നും പറയാത്തത്? ഞാനെന്ത് പറയാൻ? നിന്നെയൊക്കെ പോലെ ഭ്രാന്ത് പറയാനാണോ? എടാ അതല്ല, നിന്നെ ഇങ്ങനെ ചമ്മന്തി പോലെ ചതച്ചു വെച്ച അവളോട് നിനക്കൊരു പഞ്ച് ഡയലോഗ് പോലും അടിച്ചില്ലല്ലോ. ഹാ ബെസ്റ്റ്. പഞ്ചറായി കിടക്കുന്നതിൻ്റെ വായിന്ന് അയ്യോ അമ്മോ വയ്യേ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ വാക്കുകളെ വീഴുള്ളൂ. അല്ലാതെ പഞ്ചറായി കിടക്കുന്നവൻ എങ്ങനാ പഞ്ച് ഡയലോഗ് പറയുന്നേ? പൊയ്ക്കോ അല്ല എൻ്റെ മുന്നീന്ന്. അവൻ ദേഷ്യത്തിൽ വിറച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ ഡിസ്ചാർജായി. പക്ഷേ കയ്യിലെ പ്ലാസ്റ്റർ എടുത്തിരുന്നില്ല. അവൻ അതുമായി തന്നെ സെൻറ്ററിലെത്തി. ക്ലാസ് റൂമിൽ ഡെസ്കിൽ കയറി ഇരുന്നുകൊണ്ട്
കൂട്ടുകാരോട് കത്തി വെച്ചിരുന്ന ജാൻവി അവനെ കണ്ടതും ചാടിയിറങ്ങി. എന്താടി, ചെകുത്താനാണോ? സോഫി വിറയലോടെ ചോദിച്ചു. അല്ലടാ, ഇഷാൻ. അവൻ ഡിസ്ചാർജ് ആയോ? ആ, ആയിക്കാണും. അതല്ലേ തിരികെ വന്നത്. അവൻ അവളെ ഒന്ന് നോക്കി നടന്നു നീങ്ങി. ക്ലാസ്സിൽ ചെകുത്താൻ എന്നറിയപ്പെടുന്ന ലാസർ കടന്നു വന്നതും മുട്ടുസൂചി വീണാൽ പോലും കേൾക്കാൻ പാകത്തിൽ സൈലന്റായി മാറി. അയാൾ എല്ലാവരെയും നോക്കി. ഇരിക്കൂ. ജാൻവി ഇരുന്ന് ബാഗിലേക്ക് എന്ന പോലെ കൈവച്ചു. എന്നാ ബാഗ് ഇരുന്നിടം ശൂന്യം. അവൾ വിറച്ചുപോയി. അവൾ അവിടെ മുഴുവൻ പരതി. എന്നാ അവളുടെ ബാഗ് മാത്രം കാണുന്നില്ല. സോഫി, സോഫി, എന്താടി? എന്റെ ബാഗ്! അവൾ പിറുപിറുത്തു. നിന്റെ ബാഗിന് ഒരു കുഴപ്പമില്ല. അവൾക്ക് ചോദിക്കാൻ കണ്ട സമയം. സോഫി കണ്ണിമ ചിമ്മാതെ ലാസറിനെ നോക്കിയിരുന്നു. എടി പട്ടി, എന്റെ ബാഗിന്റെ കാര്യമല്ല ചോദിച്ചത്, എന്റെ ബാഗ് കാണുന്നില്ലെന്ന്. അതെവിടെ പോയി? അതല്ലേ നിന്നോട് ചോദിച്ചത്. എന്റെ ബാഗ് കണ്ടോ? ഞാൻ കണ്ടില്ല എന്റെ ജാൻവി. നീ എന്നെ കൂടി കൊലയ്ക്ക് കൊടുക്കോ? ഇന്ന് മൺഡേ അല്ലേ? ചെകുത്താൻ ഇപ്പൊ നോട്ട് ചെക്കിങ്ങിന് വരും. അയ്യോ സോഫി, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറ്റിയ മുട്ടിപ്പായി ഒന്ന് പ്രാർത്ഥിച്ചോ. അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. സോഫി, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ജാൻവി, നേരെ ചൊവ്വേ ശ്വാസം വിടാൻ പോലും ചെകുത്താൻ സമ്മതിക്കില്ല. പിന്നെ എന്റെ നോട്ട് നോക്കിക്കഴിഞ്ഞ് നിനക്ക് പാസ് ചെയ്യാന്ന് വെച്ചാ അങ്ങേർക്ക് ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോഴേ മനസ്സിലാകും. പിന്നെ ഞാനും നീയും ദേ ആ പൊരിഞ്ഞ വെയിലത്ത് മുട്ടുകുത്തി നിൽക്കേണ്ട വരും. മറ്റെന്തൊക്കെ മറന്നാലും ചെകുത്താന്റെ നോട്ട് ആരെങ്കിലും മറക്കൂ എന്റെ ജാൻവി? ദേ സോഫി, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ മറന്നതാണോ? ഇവിടെ കൊണ്ട് വച്ചത് ആരോ എടുത്തതാന്ന്. ജാൻവി! അവൾ ഞെട്ടി എണീറ്റ് പോയി. യെസ് സാർ. നിന്റെ നോട്ടിങ് കൊണ്ടുവാ. അത് സാർ. അവൾ പരിങ്ങി. എന്താ പറഞ്ഞത് കേട്ടില്ലേ? നോട്ട് കൊണ്ടുവരാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച പോർഷൻ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്ക്. അപ്പോഴേക്ക് ഞാൻ നോട്ട് ടേക്ക് ചെയ്യാം. അത് സാർ. അവൾ ഉമിനീർ വിഴുങ്ങി. അയാൾ അവളെ രൂക്ഷമായി നോക്കി. നിനക്ക് ചെവി കേൾക്കില്ലേടി? അയാൾ ഡെസ്കിൽ അടിച്ചലറി. സർ, എൻ്റെ ബാഗ് കാണുന്നില്ല. കണ്ണുകൾ അടച്ചു പിടിച്ച് അവൾ ഉറക്കെ പറഞ്ഞു. വാട്ട്? അതെ സർ, ഞാൻ ദേ ഇവിടെ കൊണ്ടുവച്ചതാ. പക്ഷെ ഇപ്പോ അതവിടെ കാണുന്നില്ല. രാവിലെ ഓരോ കാരണം പറഞ്ഞ് ഇറങ്ങിക്കോളും. നിനക്ക് കണിഞ്ഞൊരുങ്ങാൻ സമയമുണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്ന് കത്തിവയ്ക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. സ്വന്തം ബാഗും നോട്ടും ഒന്നും സൂക്ഷിക്കാൻ നിനക്ക് സമയമില്ല. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. പഠിക്കുന്ന കുട്ടികളെ കൂടി ഞോണ്ടി ഞോണ്ടി സംസാരിക്കുന്നു. നീ ഇനി എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട. അയ്യോ സാർ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങ്. ക്ലാസ് കഴിയുന്നവരെ പുറത്തു പോയി മുട്ടിൽ നിൽക്ക്. അപ്പം നീ ഒരിക്കലും ഒന്നും മറക്കില്ല. അയ്യോ സാർ, പുറത്ത് ഭയങ്കര വെയിലാണ് സാർ. ആണോ? ഞാൻ കരുതി മഞ്ഞാണെന്ന്. ഇറങ്ങടി അങ്ങോട്ട്. സാർ, ഗെറ്റ് ഔട്ട്! അയാൾ അലറി. സോഫി വിറയലോടെ അവളെ നോക്കി. എന്താടി, നിനക്കും പോണോ? അയ്യോ വേണ്ട സാർ. എന്നാ ഇവിടെ ശ്രദ്ധിക്കേ. പോടാ പൊട്ടിത്തിണ്ടി കാലമാടാ. അയാളെ ചുണ്ടിൽ വെച്ച് തെറി പറഞ്ഞുകൊണ്ട് അവൾ നടന്നു. സോഫിക്ക് പാവം തോന്നി. അവൾ പുറത്തേക്കിറങ്ങി മേലേക്ക് നോക്കി. എന്നാലും എൻ്റെ സൂര്യ, നിനക്കും മനസാക്ഷി ഇല്ലാതെ പോയല്ലോ. ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി പണിഷ്മെന്റ് കിട്ടി വരുമ്പോൾ ആ ചൂട് ഒന്ന് കുറച്ചൂടെ? ഇങ്ങനെ പൊള്ളിക്കണോ? കുറച്ചൊന്നുമല്ല, ക്ലാസ് കഴിയും വരെയാ ഞാൻ നിന്റെ ചൂടേറ്റ് നിൽക്കേണ്ടത്. ഒരു മയത്തിലൊക്കെ ആവാം
കേട്ടോ. ജീൻസ് ഇടാൻ തോന്നിയത് എൻ്റെ ഭാഗ്യം. അവൾ തറയിലേക്ക് മുട്ടുകുത്തി നിന്നു. 10 മിനിറ്റ് ആയപ്പോഴേക്കും അവൾ തളർന്നു. എന്നാലും എൻ്റെ ബാഗ് അടിച്ചു മാറ്റിയവനെ ഞാൻ വെറുതെ വിടില്ല. അവൾ വിയർപ്പ് തുടച്ചുകൊണ്ട് മനസ്സിലുറപ്പിച്ചു. ഒച്ചിഴയും പോലെയാണ് സമയം നീങ്ങുന്നത് എന്നവൾക്ക് തോന്നി. കാലൊക്കെ ആകെ മരവിച്ചതുപോലെ, തൊണ്ടയൊക്കെ വരണ്ടുണങ്ങി. ഉണങ്ങിയ ചുണ്ട് നാവ് കൊണ്ട് നനച്ചെടുത്തു. എൻ്റെ ദൈവമേ, ഈ ചെകുത്താൻ എന്തൊരു ദുഷ്ടനാ! എനിക്ക് വയ്യ, ഞാനിപ്പോൾ ചത്തുപോകും. വിയർത്തൊലിച്ച മുഖം അവൾ ഷോൾഡറിൽ തുടച്ചു. ഒരു വിസിൽ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു. ഇഷാനും കൂട്ടുകാരും. അവളുടെ കണ്ണ് മങ്ങിയതുപോലെ അവൾ മുഖം ഒന്ന് കുടഞ്ഞു. ഒന്നുകൂടി നോക്കി. ഇഷാന്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ തൂങ്ങിയാടുന്നത് തൻ്റെ ബാഗല്ലേ? വിറച്ചുപോയി അവൾ. അപ്പോ അവളുടെ മുഖം ചുവന്നു. ഇഷാൻ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. ഹലോ ജാൻവി റാണി, ആകെ വിയർത്തു കുളിച്ചല്ലോ. അവൻ അവളുടെ മുഖം കൈകൊണ്ടുയർത്തി. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ചായില്ലേ? അതിൻ്റെ ക്ഷീണമൊന്ന് മാറ്റാൻ വെറുതെ ഒരു രസത്തിന് ഞാനാ നിന്റെ ബാഗ് പൊക്കിയത്. എൻ്റെ തിരിച്ചു വരവ് നിന്നെ ഒന്ന് അറിയിക്കണ്ടേ? നീ ഇത് കണ്ടോ? ഇതിലും ചൂടാ ഞാൻ അനുഭവിക്കുന്നത്. ഇതിലും ചൂടാ എൻ്റെ ഉള്ളിൽ. അതടങ്ങണമെങ്കിൽ നീ തല കുനിച്ചു നിൽക്കുന്നത് എനിക്ക് കാണണം. ദേ, ഇപ്പൊ പോലും നിന്റെ കണ്ണിൽ ഈ തീയില്ലേ? അതെന്നേക്കുമായി അണയണം. എങ്കിലേ എൻ്റെ ഉള്ളിലെ ജ്വലിക്കുന്ന പക കുറച്ചെങ്കിലും കെട്ടടങ്ങൂ. എടാ നീ! അതേടി, ഞാൻ തന്നെ. പണിക്ക് മറുപണി. പക്ഷേ ഇതിവിടെ കൊണ്ട് തീർന്നുവെന്ന് നീ കരുതരുത്. ഇത് വെറും സാമ്പിൾ. കളികൾ മോള് കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, അത് സത്യം. പക്ഷെ മോനെ, ഇതിലൊന്നും ഈ ജാൻവി തളരില്ല. ഇത് തീയിൽ കുരുത്തതാ മോനെ, വെയിലത്ത് വാടില്ല. അവൾ വീറോടെ പറഞ്ഞു. ഓഹോ, എന്നിട്ട് വാടിക്കരിഞ്ഞ മട്ടാണല്ലോ. എൻ്റെ കൈക്കാ കുഴപ്പം, കണ്ണിനല്ല. കേട്ടോടി. എടാ, നിനക്കീ ജാൻവിയെ ശരിക്കും അറിയില്ല. കാണിച്ച് തരുന്നുണ്ട് ഞാൻ. കാണിക്കണേ. ഐ ആം വെയിറ്റിംഗ്. വഷളൻ ചിരിയോടെ അവൻ അവളെ ഒഴിഞ്ഞു. ഛേ! അവൾ മുഖം കുടഞ്ഞു. മോളെ ജാൻവി, നീ അത്രയ്ക്ക് കേമിയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കേ. നീ പെണ്ണാണെന്ന് ഞാൻ സമ്മതിച്ചു തരാം. അയ്യോ, നിന്റെ സമ്മതം വേണ്ടടാ ഞാൻ പെണ്ണാണെന്ന് ഉറപ്പിക്കാൻ. ഇപ്പോ ഈ നിമിഷം ഞാനിവിടുന്ന് പോകുന്നത് നിനക്ക് കാണണോ? എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ചെകുത്താൻ തന്ന പണിഷ്മെന്റ് ബ്രേക്ക് ചെയ്യാൻ മാത്രം തൻ്റെ ഇടമുണ്ടെങ്കിൽ നീ മിടുക്കിയാണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അവൾ ഒറ്റ കുതിപ്പിന് ചാടി എണീറ്റ് അവൻ്റെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി. ഞാൻ പെണ്ണ് തന്നെയാണടാ, നട്ടെല്ലിന് ബലമുള്ള നല്ല അച്ചായത്തി പെണ്ണ്. അത്രയും പറഞ്ഞ അവൾ പെട്ടെന്ന് തലയിൽ കൈവച്ചു. അവളുടെ മുഖം വല്ലാതെ മാറി. പെട്ടെന്ന് അവൾ കുഴഞ്ഞു വീണു. അയ്യോ! അവൻ അവളെ പിടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വാടിയ താമര പോലെ അവൾ അവൻ്റെ കയ്യിൽ കിടന്നു. ഡോ, എന്താടോ ജാൻവിക്ക്? ലാസർ ഓടി വന്നു. അറിയില്ല സാർ, വെയിൽ കൊണ്ടിട്ടാകും. താനെന്തിനാ എവിടേക്ക് വന്നത്? അത് സാർ, തളർന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ എന്തോ ഈ കുട്ടി വല്ലാതെ വെള്ളം വേണോന്ന് ചോദിക്കാൻ. താനാണോ ഇവിടെ വാട്ടർ സപ്ലൈ നടത്തുന്നത്? നോ സാർ, അത് സോറി സാർ. അവൻ അവളെ നിലത്തേക്ക് കിടത്താൻ തുടങ്ങി. ഡോഡോ, താൻ എന്ത് ചെയ്യാൻ പോവാ? ജാൻവി എടുത്ത് സ്റ്റാഫ് റൂമിലേക്ക് കിടത്ത്. സാർ എൻ്റെ കൈ. ഓ, അത് ശരിയാണല്ലോ.
അയാൾ ക്ലാസ്സിലേക്ക് നോക്കി. സോഫിയെ കയ്യാട്ടി വിളിച്ചു. ഒപ്പം മറ്റൊരു കുട്ടിയെയും. അവർ ഓടി വന്നു. ജാൻവി എടുത്ത് സ്റ്റാഫ് റൂമിലേക്ക് കടത്തി അല്പം വെള്ളം തിളയ്ക്ക്, കുറച്ച് കുടിക്കാനും കൊടുത്തേക്ക്. ശരി സർ. സോഫിയുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാ ഇപ്പം മൂങ്ങുന്നേ? അവൾക്കൊന്നുമില്ല, കുറച്ച് വെയിൽ കൊണ്ടതിൻ്റെയാ. ഗുണവേ ഉള്ളൂ. വിറ്റാമിൻ ഡി കിട്ടിയിട്ടുണ്ട്. അയാളുടെ പറച്ചിൽ കേട്ട് സോഫിക്ക് ചൊറിഞ്ഞു വന്നു. നട്ടുച്ചയ്ക്കാ അങ്ങേരുടെ വിറ്റാമിൻ ഡി. അവർ അവളെ പൊക്കി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ജാൻവി മെല്ലെ കണ്ണു തുറന്നു. ഇഷാനെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടം അവളിൽ പാളി വീണു. പെട്ടെന്ന് അവൾ അവനെ ഒരു കണ്ണിറുക്കി കാണിച്ചു. ചിരിയോടെ തമ്പുയർത്തി. എടി ഭയങ്കരീ. അവൻ ലാസറിനെ നോക്കി. സർ, സർ, ആ കുട്ടി കണ്ണു തുറന്നു സർ. ലാസർ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവളെ കണ്ടതും ലാസർ അവനെ നോക്കി ദഹിപ്പിച്ചു. അടി കിട്ടിയപ്പോ തൻ്റെ കണ്ണു അടിച്ചു പോയോടോ? സർ. അയാൾ ക്ലാസ്സിലേക്ക് നടന്നു. ഇഷാൻ അവളെ നോക്കി നിന്നു. സ്റ്റാഫ് റൂമിൽ അവളെ കിടത്തിയ ശേഷം സോഫി പോകാൻ തിരിഞ്ഞു. പെട്ടെന്ന് ജാൻവി അവളുടെ വിരലിൽ ഞോണ്ടി. സോഫി അവളെ ഒന്ന് നോക്കി. കൂടെ വന്ന കൊച്ചിനെ പറഞ്ഞുവിടാൻ ജാൻവി ആക്ഷൻ കാണിച്ചു. ഡോ, താൻ പോയിക്കോ, ഇവളെ നോക്കിയായിട്ട് ഞാൻ അങ്ങ് വന്നോളാം. ശരിയടോ. ആ കുട്ടി പോയതും സോഫി അവളെ നോക്കി പിടിപ്പിച്ചു. എടി കോപ്പേ, നിന്റെ അടവായിരുന്നു അല്ലേ? അവൾ ചിരിയോടെ എണീറ്റിരുന്നു. എൻ്റെ സോഫി കൊച്ചു പേടിച്ചോ? എന്തിന്? ഞാനെന്തിനാ പേടിക്കുന്നേ? ഓ, എൻ്റെ കൊച്ച് സ്ട്രോങ് അല്ലേ? അത് ഞാൻ മറന്നു. പക്ഷേ ആരാണോ ആവോ കരഞ്ഞത്? തുള്ളി തുള്ളിയായി എൻ്റെ മുഖത്ത് വീണെന്നേ. ഇനി ആ ചെകുത്താനാണോ ആവോ? പൊടി തെണ്ടി. സോഫി ചിരിച്ചു. ജാൻവി കാല് നിവർത്തി വച്ചു. ഒടുക്കത്തെ വേദന. സോഫി അവളുടെ കാല് തിരുമാൻ തുടങ്ങി. എടാ, അവൻ വന്നിട്ടുണ്ട്. കണ്ടു. എന്താ അവൻ പറഞ്ഞത്? അവൻ്റെ തിരിച്ചുവരവ് അറിയിച്ചതാ. ഹേ, അതേടാ, ആ തെണ്ടി ഒടുക്കത്തെ അഭിനയവാ. അന്ന് ഞാൻ കരുതി അവൻ നന്നായെന്ന്. എവിടെ? നീയും ഒട്ടും മോശമല്ലല്ലോ. ജാൻവി കണ്ണു ചുരുക്കി. അല്ല, അഭിനയത്തിൻ്റെ കാര്യത്തിലേ എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. സോഫി പറഞ്ഞതും അവൾ ചിരിച്ചു. പെട്ടെന്ന് ആരോ വരുന്ന ശബ്ദം കേട്ടതും അവൾ വെട്ടിയിട്ട വാഴ കണക്കെ ഒരൊറ്റ കിടപ്പ്. സോഫി അമ്പരപ്പോടെ നോക്കി നിന്നുപോയി. തൻ്റെ കൂട്ടുകാരിക്ക് ഓസ്കാർ കൊടുക്കണമല്ലോ. എന്താ ഒരു അഭിനയം. ഇഷാന്റെ ശബ്ദം കേട്ടതും കിടന്ന അതേ സ്പീഡിൽ അവൾ എണീറ്റു. എടോ, ഇപ്പം എങ്ങനെയുണ്ട്? ആ ചെകുത്താൻ്റെ പണിഷ്മെന്റ് ഞാൻ ബ്രേക്ക് ചെയ്തില്ലേ? അതെ, നീ മിടുക്കിയല്ലേ. നീ ജയിച്ചു. പക്ഷേ, പറഞ്ഞുകൊണ്ട് അവൻ പിന്നിൽ ഒളിപ്പിച്ചു പിടിച്ച ഫോൺ മുന്നോട്ട് നീക്കി. ദേ, ഇതൊന്ന് നോക്കിയേ. അവൾ ഫോണിലേക്ക് നോക്കി. താൻ ചിരിയോടെ സോഫിയോട് സംസാരിക്കുന്ന വീഡിയോ. അവൾ ഉമിനീർ വിഴുങ്ങിപ്പോയി. കണ്ടോ? തൃപ്തിയായോ? റെക്കോർഡ് ചെയ്യാന്നാ ആദ്യം കരുതിയത്. പക്ഷേ അത് നിന്റെ ശബ്ദമല്ലെന്ന് നീ പറയും. വീഡിയോ ആകുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് കൂടും. ചെകുത്താനെ നീ പറ്റിച്ചതാണെന്ന് അയാൾ അറിഞ്ഞ? അയ്യോ! സോഫി ചാടി എണീറ്റു. രണ്ടാളും ഈ സെം എഴുതില്ല. അപ്പോ ഞാൻ പോട്ടെ സേച്ചിമാരെ. അവൻ തിരിഞ്ഞതും സോഫി ദയനീയമായി അവളെ നോക്കി. ഡോ, ഒന്ന് നിന്നേ. തനിക്ക് എന്നോടല്ലേ ദേഷ്യം? അതിനെന്തിനാ ഇവളെ കൂടി ബലിയാടാക്കുന്നത്? ഇവളെ താൻ ഒഴിവാക്കണം. ഞാനും താനുമാണ് പ്രശ്നം. അത് നമ്മളിൽ തന്നെ ഒതുങ്ങിയാൽ മതി. അങ്ങനെയാണോ? എന്നാ എനിക്കൊന്ന് ആലോചിക്കണം. അതുവരെ ഈ വീഡിയോ എൻ്റെ കയ്യിൽ ഭദ്രം. അവൻ ഫോൺ പൊക്കിയിട്ട് പിടിച്ചുകൊണ്ട് ചിരിയോടെ നടന്നു.
ജാൻവി, ഒന്നുമില്ലടാ, ടെൻഷൻ ആവണ്ട. അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ ഞാൻ പൊക്കിയിരിക്കും. മോളെ. ഞെട്ടലോടെ അവൾ തിരിഞ്ഞു. മോളെന്താ വല്ലാതെ നിൽക്കുന്നേ? കുറെ ആയല്ലോ ഈ നിൽപ്പ് തുടങ്ങിയിട്ട്. ഒന്നുമില്ല വല്യപ്പച്ച, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് നിന്നു പോയതാ. മോള് വന്നേ, നമുക്ക് ചെറുകനെ ഒന്ന് നടക്കാം. അവൾ വെറുതെ തലയാട്ടി. മോൾക്കിവിടെ മടുപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് സത്യത്തെ അതിശയമാ വല്യപ്പച്ച. ഞാൻ ആരാണെന്നോ എന്തിനാ വന്നതെന്നോ അറിയാതെ എന്നോട് എത്ര സ്നേഹത്തോടെയാ എല്ലാവരും ഇടപെടുന്നത്. ജേക്കബും റാഹേലും അവർക്കൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ എനിക്ക്, പിന്നെ നിന്നെ ഇവിടെ എത്തിച്ച അവനും എല്ലാം അറിയില്ലേ മോളെ? വല്യപ്പച്ച. ഞെട്ടലോടെ അവൾ അയാളെ നോക്കി. അതെ മോളെ, ഈ വല്യപ്പച്ചനറിയാം മോൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന്. വല്യപ്പച്ച ഞാൻ. അവൾ കരഞ്ഞു. അയാൾ അവളുടെ കണ്ണുകൾ തുടച്ചെടുത്തു. കരയരുത്. തൻ്റെ ഇടത്തോടെ തല ഉയർത്തി നിൽക്കണം. വിശ്വസിക്കാൻ കഴിയാതെ അവൾ അയാളെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ കൊച്ചുമരുമോൾ നല്ല തൻ്റെ ഇടം ഉള്ളവളായിരിക്കണം, മനസ്സിലായോ? വല്യപ്പച്ച. അതെ, ആനക്കാട്ടിൽ ഇഷാൻ ശ്യാം ജേക്കബ് ഒരു പെണ്ണിനെ മിന്നു കെട്ടുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴുത്തിലായിരിക്കും. ആനക്കാട്ടിൽ ജോർജാ പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായോ? എനിക്ക് തൊണ്ടയടപ്പ് പോലെ. എനിക്കൊരു ടൈം കീപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അണ്ണന് രാവിലെ ജോലിക്ക് പോകണം. അതിൻ്റെ തിരക്ക് കഴിയുമ്പോൾ മക്കൾ എണീക്കും, പിന്നെ അവരുടെ കാര്യങ്ങൾ, പിന്നെയാണ് സ്റ്റോറി എഴുതാതിരിക്കുന്നത്. ഇതിനിടയ്ക്കോ അടി, വഴക്ക്, പരാതി, പരിഭവം. അയ്യോ, അപ്പോഴേക്ക് മനസ്സിൽ വരുന്നത് എവിടേക്കോ പോയി കിട്ടും. പിന്നെ വീണ്ടും ഒന്നേന്ന് ആലോചിച്ച് തുടങ്ങണം. കുറച്ചെഴുതി റെഡിയാക്കി വയ്ക്കാൻ പറ്റൊന്നുമില്ല. എങ്കിലും ലെങ്തി പാർട്ടാണ് തരുന്നത്. നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്യണേ. പിന്നെ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം കാരണം അൺസബ് ചെയ്ത ആളുകൾ പിന്നെ സബ് ചെയ്യാൻ മറന്നു എന്ന് തോന്നുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്തേക്കണേ.